അസീം മുനീറിന് മതിയായില്ല. ഇനിയും കുറേയൊക്കെ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയെടുക്കണം. അതായത് ഇന്ത്യയുടെ എന്തെങ്കിലും സാധനങ്ങളല്ല, ഇന്ത്യയിൽ നിന്ന് നല്ല രീതിയിൽ ആയുധങ്ങളൊക്കെ കൊണ്ട് പാകിസ്ഥാൻ മുഴുവൻ ചുട്ട് ചാമ്പലാക്കണം. അതാണ് അസീം മുനീറിന്. കാരണം വീണ്ടും പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപേ അസീം മുനീർ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കശ്മീർ നമ്മുടേതാണ്, നമുക്കത് തിരിച്ചു കിട്ടണം, നമ്മുടെ രക്തനാടികളിൽ ഒഴുകുന്ന ഒന്നാണ് കശ്മീർ എന്ന് പറയും. വീണ്ടും ഇത്തരം പ്രസ്താവനകളുമായി അസീം മുനീർ രംഗത്തെത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിക്കണം. കാരണം ട്രംപിന്റെ അജണ്ട നടപ്പാക്കാൻ അസീം മുനീർ ശ്രമിക്കുന്നുണ്ട്, പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ മേൽക്കാവുമ്പോൾ ഇന്ത്യ വലിച്ചു തൂക്കി കീറി അടുപ്പത്ത് വെക്കുമെന്ന് ഇവന്മാർക്ക് എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് പാകിസ്ഥാൻകാര്. കാരണം നമ്മൾ ബ്രഹ്മോസ് അയച്ചാലും സുഹോയ് വിമാനങ്ങൾ കൊണ്ടുവന്നാലും നമ്മുടെ കര നാവിക വ്യോമസേനകൾ ഇറങ്ങി നിന്ന് ഇവന്മാര് നമ്മുടെ മിസൈൽ ഉപയോഗിച്ചാൽ തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടേക്കുവാണ്. പക്ഷെ എന്നാലും തലയ്ക്ക് മീതെ കയറി കളിച്ചാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പറയണം. അതായത് ഇന്ത്യയിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടും മതിയാകാതെ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നു. ഇന്ത്യയുമായി അമേരിക്ക വ്യാപാര രംഗത്ത് ഉടക്കി നിൽക്കവേ അമേരിക്കൻ മണ്ണിലെത്തി ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ. ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളാണ് അസീം മുനീർ നടത്തിയിരിക്കുന്നത്. നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാക്കുന്ന പക്ഷം ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നാണ് മുനീറിന്റെ ഭീഷണി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധഭീഷണി ഇല്ലാതാക്കിയത് താനാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് അവകാശവാദങ്ങൾക്കിടെയാണ് അസീം മുനീർ വാവിട്ട വാക്കുകളുമായി രംഗത്തെത്തുന്നത്. ഫ്ലോറിഡയിൽ അമേരിക്കയിലെ പാകിസ്ഥാൻ വ്യവസായികൾ നടത്തിയ അത്താഴ വിരുന്നിലാണ് വിവാദ പരാമർശങ്ങൾ. ഞങ്ങൾ ഒരു ആണവ ശക്തിയാണ്, ഞങ്ങളുടെ അസ്തിത്വം അപകടത്തിലായാൽ ലോകത്തിന്റെ പകുതിയും ഞങ്ങളോടൊപ്പം ഇല്ലാതാക്കും എന്നാണ് അസീം മുനീർ പറഞ്ഞത്. അമേരിക്കൻ മണ്ണിൽ വെച്ച് മറ്റൊരു രാഷ്ട്രീയ നിർണായക സ്ഥാനത്തുള്ളയാൾ ആണവ ഭീഷണി മുഴക്കുന്നത് അപൂർവ സംഭവമാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യൻ നടപടിക്കെതിരെയും പാകിസ്ഥാൻ സൈനിക മേധാവി രംഗത്തെത്തി. കശ്മീർ പാകിസ്ഥാന്റെ ജീവനാഡിയാണെന്നും അസീം മുനീർ പറയുന്നു. നദീജല കരാർ മരവിപ്പിക്കുവാനുള്ള ഇന്ത്യൻ നീക്കം പാകിസ്ഥാനിലെ 25 കോടി ജനങ്ങളെ പട്ടിണിയിലാക്കുമെന്നാണ് മുനീർ പറയുന്നത്. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ല. ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിച്ചാൽ ഞങ്ങൾ കാത്തിരിക്കും, അത് 10 മിസൈൽ ഉപയോഗിച്ച് തകർക്കുമെന്നാണ് ഭീഷണി. ഇവന്റെയൊക്കെ ആണവായുധം സൂക്ഷിച്ചിരുന്ന കിരാന കിൽസ് ബ്രഹ്മോസ് മിസൈലില് അതിന്റെ പകുതി ഭാഗം തീർത്തെന്നാണ് പറയുന്നത്. എന്നിട്ടും വീമ്പളക്കത്തിന് കുറവില്ല. ഇന്ത്യയെ ഒരു ആഡംബര മെഴ്സിലേസ് കാറായും പാകിസ്ഥാനെ ചരക്ക് നിറച്ച ഒരു ടമ്പ് അതായത് ട്രക്കായും ഉപമിച്ചുകൊണ്ടാണ് അസീം മുനീർ ഭീഷണി മുഴക്കിയത്. ട്രക്ക് കാറിലിടിച്ചാൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളെക്കുറിച്ച് പരോക്ഷമായ സൂചനകളാണ് അസീം മുനീർ നൽകിയിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിന്റെ പേരിൽ അകലുമ്പോഴാണ് അസീം മുനീർ ഭീഷണിയുമായി രംഗത്ത് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അസീം മുനീർ ഇന്ത്യക്കെതിരെ നടത്തിയ പ്രകോപന പ്രസ്താവന അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിൽ കൃത്യമായ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ പ്രകോപനപരമായ പ്രസ്താവനയെ നിശ്ചിതമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയ മുൻ ഇന്ത്യൻ മേജർ ജനറൽ PK സെഗാൾ ഇത്തരം ഭീഷണികൾ പാകിസ്ഥാന്റെ ഭൗതികമായ ഉന്മൂലനത്തിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. മുനീറിന്റെ ഭീഷണിയെ വെറും വാചോടൊപ്പമെന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ PK സെഗാൾ വിശേഷിപ്പിച്ചത്. ആണവായുധം ഒരു പ്രതിരോധാത്മക ഉപാധിയാണെന്നും അതൊരു കാരണവശാലും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും അസീം മുനീറിന് വ്യക്തമായി അറിയാം. അബദ്ധത്തിൽ പോലും പാകിസ്ഥാൻ അത്തരമൊരു സാഹസത്തിന് മുതിർന്നാൽ അത് സർവ്വഭൂഖണ്ഡങ്ങൾക്ക് വിനാശകരമാകുമെങ്കിലും പാകിസ്ഥാൻ അതൊരു ശാരീരികമായ ആത്മഹത്യയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു നടപടിയായിരിക്കും അത്. അതിനിടെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഓഗസ്റ്റ് 11, 12 തീയതികളിൽ അറബിക്കടലിൽ നാവികാഭ്യാസം നടത്തുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയത്ത് തന്നെ പാകിസ്ഥാൻ നാവികസേന തങ്ങളുടെ സമുദ്ര അതിർത്തിയിൽ നാവികാഭ്യാസം നടത്തുമെന്ന് അറിയിച്ച് വ്യോമസേനയ്ക്ക് നോട്ടീസ് നൽകി. എന്നാൽ അഭ്യാസങ്ങൾക്കായി 2 നാവികസേനകളും തമ്മിൽ നേരിട്ടുള്ള ഏകോപനമെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടില്ല. മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇരു സൈന്യവും ഒരേ സമയം അഭ്യാസങ്ങൾ നടത്തുന്നത്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചതോടെ പാകിസ്ഥാന് കനത്ത സാമ്പത്തിക നഷ്ടമെന്നാണ് റിപ്പോർട്ടുകൾ.
2 മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് 1240 കോടി രൂപയിലധികം നഷ്ടമായതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതായി പാക് പത്രം ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു. ഏപ്രിൽ 23-ന് ഇന്ത്യ സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിന് മറുപടിയായാണ് ഏപ്രിൽ 24-ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചത്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതോ ഇന്ത്യൻ വിമാന കമ്പനികൾ പ്രവർത്തിക്കുന്നതോ ഉടമസ്ഥയിലുള്ളതോ പാട്ടത്തിനെടുത്തതോ ആയ എല്ലാ വിമാനങ്ങൾക്കും പാകിസ്ഥാൻ നിരോധനം ഏർപ്പെടുത്തി. ഈ നീക്കം സാമ്പത്തികമായി തിരിച്ചടിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഏപ്രിൽ 24-നും ജൂൺ 30-നും ഇടയിൽ അമിതമായി പറക്കൽ ചാർജുകൾ ഈടാക്കിയതിൽ നിന്നുള്ള PAയുടെ വരുമാനം കുറഞ്ഞു. പാക് നടപടി 100 മുതൽ 150 ഇന്ത്യൻ വിമാനങ്ങളെ ബാധിക്കുകയും പാകിസ്ഥാന്റെ വ്യോമ ഗതാഗത ഏകദേശം 20% കുറയ്ക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയെ ആക്രമിക്കാൻ, അതായത് ഇന്ത്യയെ ഒരു കാറുമായും പാകിസ്ഥാനെ ഒരു ട്രക്കുമായുമാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് അസീമുര്. അതായത് ഈ ട്രക്ക് കാറിൽ ഇടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഒന്നും ചെയ്യാനില്ല. സത്യമാണ് മുനീറെ, ഒന്നും ചെയ്യല്ല. പക്ഷേ ആ ട്രക്ക് കാറിൽ ഇടിക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചുണക്കുട്ടികളുണ്ടല്ലോ, ഞങ്ങളുടെ ഇന്ത്യൻ സൈന്യം, അവരെ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടേക്ക് അയക്കും. അപ്പോ മൊത്തത്തിൽ അത് ചാമ്പലായി മാറും. പിന്നെ ഈ ട്രക്ക് വലിക്കാൻ മുനീർ മാത്രമല്ലേ കാണൂ, മുനീറും കാണില്ല. കാരണം മുനീറിനെ ഞങ്ങളുടെ പിള്ളേർ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കുമല്ലോ. പിന്നീട് അങ്ങോട്ട് നല്ല കാലമാണല്ലോ മുനീറിന്. എന്തൊക്കെയാണ് ഇപ്പൊ റാണ കിടന്ന് അനുഭവിക്കുന്നത് കാണുന്നില്ലേ? അതുപോലെ മുനീറിനും നമ്മുടെ ഇന്ത്യൻ ജയിലുകൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ ജയിലുകൾ വന്നൊന്ന് കാണൂ, കുറച്ച് ദിവസം അവിടെ കിടക്കൂ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം പിന്നെ പോണോ വേണ്ടേ എന്ന്. ഈ പാകിസ്ഥാന്റെ വിഡ്ഢികളോട്, ഈ അവിടുത്തെ ജനങ്ങളോടല്ല, കാരണം ജനങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? ഈ ഇതുപോലുള്ള ഈ മുനീറിനെ പോലുള്ള വിഡ്ഢികളോട്, പരമ വിഡ്ഢികളോട് എന്താണ് പറയാനുള്ളത്? ഇന്ത്യയിലെ ജനങ്ങൾ 148 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഈ മിസൈലും ആയുധങ്ങളും ഒന്നും വേണ്ട, ഇവരെല്ലാവരും കൂടി ഒന്ന് ഇറങ്ങിയാൽ മതി, പാകിസ്ഥാൻ അതോടുകൂടി നിലം പരിശാവും. പിന്നെ ഇന്ത്യൻ സൈന്യം നമുക്കുള്ള തദ്ദേശീയമായി നിർമ്മിച്ച, നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ മിസൈലുകൾ, വ്യോമ പ്രതിരോധം, പിന്നെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, നമ്മുടെ പിന്നെ യുദ്ധ ടാങ്കറുകൾ, ഇതിൻ്റെയൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ചൈന കൊടുത്ത ആയുധങ്ങൾക്ക് കഴിയുമോ മുനീറെ? കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, മുനീറിന്റെ എല്ലാ അജണ്ടകൾക്കുമുള്ള മറുപടി ഇന്ത്യ കൃത്യമായി തരും. ഇന്ത്യ ഈ വർണ്ണവനും പോണവനും വഴി കിടക്കുന്നവനും ഒന്നും മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സമയമില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ വളർത്തണം, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടാതെ മുന്നോട്ട് പോകണം, ഇതാണ് ഞങ്ങളുടെ ചിന്ത. അതിനിടയിൽ മുനീറിന്റെ ഇത്തരം വാക്കുകളൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് ഇന്ത്യയെ ചൊറിയുമ്പോൾ, ഇന്ത്യയോട് കളിക്കുമ്പോൾ ഒരു പ്രാവശ്യമല്ല, ഒരു 100 തവണ ആലോചിച്ച് വേണം ഒരു വാക്കെങ്കിലും മിണ്ടാൻ.